ഇന്ന് മുത്തശ്ശി ഒരു കഥ പറയാൻ പോവുകയാണ്. ഏത് കഥയാണെന്നറിയാമോ? പറ പറ പലകേ 12 കാദംബര എന്ന് പറഞ്ഞൊരു കഥ കേൾക്കണ്ടേ? അങ്ങനെ ഒരു ഏട്ടനേനും ഒരു സ്ഥലത്തുണ്ടായിരുന്നു. ആ ഏട്ടനേനും വലിയ ദാരിദ്ര്യമാണ്, അത്ര ഒന്നുമില്ല. പക്ഷെ ഏട്ടന് വളരെ മോഹിച്ചൊരു കൊച്ചു വാവയുണ്ടായി. അപ്പം അതിന് ചോറൂണായി. അപ്പം ചോറൂണിനെ എല്ലാവരെയും വിളിച്ച് സദ്യ കൊടുക്കണം എന്ന് ഭയങ്കര മോഹം ഏട്ടന്. ഏട്ടൻ അനിയനോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര മോഹമുണ്ട്, എല്ലാവരെയും വിളിച്ച് സദ്യയൊക്കെ കൊടുക്കണം. പക്ഷെ നമുക്കതിനുള്ള വകുപ്പില്ല, നമുക്കതിനുള്ള പൈസയൊന്നുമില്ല, മോഹിക്കാനേ പറ്റുള്ളൂ. ഒക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറഞ്ഞു ഏട്ടൻ. അങ്ങനെ പറിക്കുമ്പം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അനിയനങ്ങനെ പുറത്തേക്ക് വീടിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോണ്ട് ഒരു ആശാരി ഒരു പലകയൊക്കെ കൊണ്ടുപോകും. ഇതെന്താ ഇത് പലകയൊക്കെ ആയിട്ട് എങ്കട ആശാരി എന്ന് വെച്ചു. ഞാനേ രാജാവിന് കാഴ്ച വയ്ക്കാൻ കൊണ്ടുപോകണതാ ഈ പലക. രാജാവിന് പലകയോ കാഴ്ച വയ്ക്കണേ? എന്താ ഇത് എന്ന് വെച്ചു. അതിനൊരു വിശേഷമുണ്ട്. അതെന്താ വിശേഷം? ഈ പലകയുടെ പുറത്ത് കയറിയിരുന്ന പറ പലകേ 12 കാദംബര എന്ന് പറഞ്ഞാൽ ആ പലകയിലിരുന്ന ആളെയും കൊണ്ട് ഇങ്ങനെ പറക്കും. കൊള്ളാലോ, നോക്കട്ടെ. ഞാൻ ആ പലക മേടിച്ച് അതിൻ്റെ മുകളിൽ അനിയൻ ഇരുന്നിട്ട് പറഞ്ഞു, പറ പലകേ 12 കാദംബര എന്ന് പറഞ്ഞപ്പോൾ പലകയും കൂടെ അയാളെയും കൊണ്ട് പറക്കാൻ തുടങ്ങിയില്ലേ. അങ്ങനെ പോയി. ഈ പലകക്കാരൻ ആശാരി കുറേ നേരം അവിടെ നോക്കിയിരുന്നു, അയാളെ കാണാനില്ല. അവസാനം ആശാരി തിരിച്ചു പോയി. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ അങ്ങനെ പോയി ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് ഒരാൾ കുറച്ച് കയറൊക്കെ കൊണ്ടുപോയി. ഇതെന്താ അത് കയറൊക്കെ ആയിട്ട് പോണേന്ന് വെച്ചു. ഇത് എവിടേക്കാ അത്? അതെ, ഈ കയറ് രാജാവിന് കാഴ്ച വയ്ക്കാൻ പോണതാ. കയറോ? രാജാവിന് എന്തിനാ കയറ് എന്ന് വെച്ചു. അതങ്ങനെ വിശേഷപ്പെട്ടൊരു കയറാ. അതെന്താ വിശേഷം? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കയറിനോട് പറയണം, കെട്ട് കയറേ 1000 പേരുടെ കൈ കെട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെ പോയി കെട്ടും. അതെയോ, കാണട്ടെ എന്ന്. എന്ത് ചെയ്തു? അയാളുടെ ആ കയറ് മേടിച്ച് ആ പലകപ്പുറത്ത് വെച്ച് അനിയൻ പലകയോട് പറഞ്ഞു, പറ പലകേ 12 കാദംബര എന്ന് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് പോയി. അപ്പോൾ കയറുകാരൻ അവിടെ കുറേ നേരം നിന്നു. എന്താ എൻ്റെ കയറും കൊണ്ടുപോയി. സാരമില്ല, വേറെ എടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ അയാൾ തിരിച്ചു പോയി. ഈ അനിയൻ എന്ത് ചെയ്തു? അതും കൊണ്ട് ഇങ്ങനെ പോയി വേറെ സ്ഥലത്ത് പോയി ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഒരാൾ വാളൊക്കെ കൊണ്ടുപോകുന്നു. ഇതെവിടേക്കാ ഈ വാളൊക്കെ ആയിട്ട് എന്ന് വെച്ചു. അപ്പം പറഞ്ഞു, രാജാവിന് കാഴ്ച വയ്ക്കാൻ പോണതാ. രാജാവിന് വാള് കാഴ്ച വയ്ക്കേ? അതെ. അതെന്താ വിശേഷം? ഈ വാളിനൊരു വിശേഷതയുണ്ട്. അതെന്താ? അതിനോട് പറഞ്ഞാൽ മതി, വെട്ടുവാളേ 1000 പേരുടെ തലവെട്ടെന്ന് പറഞ്ഞാൽ അത് ചെന്ന് തലവെട്ടു. ഒയ്യോ, ഇതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അത് മേടിച്ചിട്ട് പലകപ്പുറത്ത് വെച്ചിട്ട് അയാൾ പലകയോട് പറഞ്ഞു, പറ പലകേ 12 കാദംബര എന്ന് പറഞ്ഞു. അയാൾ പോയി, അനിയൻ പോയി. ഇയാളവിടെ കുറേ നേരം വാളും വെച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ തിരിച്ചു വന്ന് വാള് തെരഞ്ഞു വരച്ചിട്ട് വന്നില്ല. ഇതെവിടേക്കാണ് ഇയാൾ പോയി? അത് മാജിക്കായിട്ടൊരു പലകപ്പുറത്ത് പറന്നു പോയി. പോട്ടെ എന്ന് വിചാരിച്ചാൽ അയാൾ തിരിച്ചു പോയി, വീട്ടിലേക്ക് പോയി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയപ്പോണ്ട് ഒരാൾ കുഴലൊക്കെ ഊതിക്കൊണ്ടുപോകുന്നു, ഒരു കുഴലൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പം അനിയൻ ചോദിച്ചു, ഇതെന്താ കുഴലൊക്കെ ആയിട്ട് എങ്കടാ എന്ന് ചോദിച്ചു. ഇത് രാജാവിന് കാഴ്ച വയ്ക്കാൻ പോണതാ. രാജാവിന് ഇതിനാ കുഴലൊക്കെ അവിടെ ഉണ്ട്, എന്തിനാ രാജാവിന് കുഴൽ? അത് അങ്ങനത്തെ കുഴലൊന്നുമല്ല. ഈ കുഴല് ഊതിക്കഴിഞ്ഞാൽ ഊതൂതു കുഴലേ 1000 പേരുടെ ജീവൻ ഊതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോയ 1000 പേരങ്ങോട്ട് ജീവിക്കും. അത് കൊള്ളാലോ, നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ കുഴലും മേടിച്ച അയാൾ ആ പലകപ്പുറത്ത് വച്ചിട്ട് പറഞ്ഞു, പറ പലകേ 12 കാദംബര എന്ന് പറഞ്ഞാൽ അതും കൊണ്ട് ഇങ്ങനെ പറന്നു പോയി. പറക്കണത് നോക്കി ഇങ്ങനെ അയാൾ അവിടെ നിന്നു. അതും പോയി, കുഴലും കിട്ടി അയാൾക്ക്. അങ്ങനെ പോയി 12 കാദം എന്നൊക്കെ പറഞ്ഞാൽ വഴിയൊക്കെ പറയാൻ പറ്റൂല. അവിടെ പോയി നിന്നു. അവിടെ ചെന്നപ്പോൾ അവിടേക്ക് ഇയാൾക്ക് വിശന്നിട്ട് വയ്യ. അയാൾ വേഗം ഒരു വീട് കണ്ടു. ആ വീട്ടിൽ ചെന്ന് വിളിച്ചു. അപ്പണ്ട് അവിടെ ഒരു വയസ്സായ ഒരു മുത്തശ്ശിയമ്മ
മുത്തശ്ശിയമ്മ ഇറങ്ങി വന്നു. മുത്തശ്ശിയമ്മ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് വിശന്നിട്ട് വയ്യ, കുറച്ച് ഭക്ഷണം തരുമോ? രാത്രി ആവാറ, ഇവിടെ എങ്ങാനും കിടക്കട്ടെ ഞാൻ. അപ്പം മുത്തശ്ശിയമ്മ പറഞ്ഞു, ഭക്ഷണമൊക്കെ ഞാൻ നച്ചു തരാം, പക്ഷെ ഇവിടെ കിടക്കാനൊന്നും പറ്റില്ല. ഇവിടെ സന്ധ്യ ആകുമ്പോഴേക്കും ഞാൻ തന്നെ വാതിലടച്ച് കിടക്കും. പിന്നെ ഇവിടെ ആരെ കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഭൂതത്താങ്ങൾ വരും. ഭൂതത്താങ്ങൾ വന്ന് അവരെയൊക്കെ തിന്നും. അതുകൊണ്ട് ഇവിടെ ഒന്നും നിൽക്കണ്ട, വേഗം പൊക്കോളൂ, ഭക്ഷണം കഴിച്ച് വേഗം പൊക്കോളൂ. അപ്പം അയാൾ എന്ത് ചെയ്തു, അയാൾ എന്നിട്ട് വാതിലടച്ചു. മുത്തശ്ശിയമ്മ ചോറൊക്കെ കൊടുത്ത് വാതിലടച്ചു. ഇപ്പോൾ വരും, സന്ധ്യ ആവാറായിരുന്നു. ഇയാൾ എന്ത് കഴിഞ്ഞു, ഇങ്ങനെ ആ പറമ്പിലൊക്കെ ഇങ്ങനെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ നടന്നപ്പം പണ്ടൊക്കെ വാഴ കുഴിയെടുക്കും. വാഴയുടെ വാഴക്കുഴി എന്നതിന് പറയാം. അതിൻ്റെ ഉള്ളിൽ പോയി സാധനങ്ങളൊക്കെ വെച്ച് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ എന്ന് ചോദിച്ചിട്ട് അയാൾ അതിൻ്റെ ഉള്ളിലിരുന്നു. സന്ധ്യരാത്രിയൊക്കെ ആയപ്പോഴേക്കും ഇങ്ങോട്ട് തുടങ്ങിയില്ലേ, കുറേ ആൾക്കാരങ്ങോട്ട് വരണു, കുറേ ഭൂതത്താങ്ങൾ വരണു. ഭൂതത്താങ്ങൾ വന്നിട്ട് അവിടെ ഡാൻസ്, പാട്ട്, പിന്നെ തുള്ളലൊക്കെ ആയിട്ട് ഭയങ്കര ബഹളം. മാത്രവുമല്ല അതിൻ്റെ കൂട്ടത്തിലൊരു വലിയൊരു രാജാവ് പോലത്തെ ഒരാളുണ്ട്. ആ ഭൂതത്താന്മാരുടെ നേതാവായിട്ടൊരാളുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നേതാവ് പറഞ്ഞു, ഞാൻ എല്ലാവരും വരുമെന്ന്. അയാളുടെ കയ്യിലൊരു കുടുക്ക. ആ കുടുക്കയോട് പറഞ്ഞു, കുടുക്കേ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് കൂടെ ഇങ്ങനെ ഭക്ഷണം വന്നു തുടങ്ങി. ഇതൊക്കെ അയാൾ അവിടെ നിന്ന് അനിയനെല്ലാം കണ്ടു കേട്ടോ. എല്ലാവരും സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ആടി പാടി അതൊക്കെ ആ കുടുക്കയൊക്കെ അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പോയി. ഏതാണ്ട് വെളുപ്പാങ്കാലൊക്കെ ആയപ്പോഴേക്കും അവർക്ക് അത്ര രാത്രി മാത്രമേ സഞ്ചാരം പാടുള്ളൂ. വെളുപ്പിന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവർ പോവും. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുടുക്ക അവിടെ എടുക്കാൻ അവർ മറന്നു. ആ കുടുക്ക അവിടെ വെച്ചു. അയാൾ വേഗം ആ കുടുക്ക എടുത്തുകൊണ്ട് വന്ന് അയാളുടെ ബാക്കിയുള്ള കയറ്, വാള്, കുഴലൊക്കെ ഇല്ലേ അതിൻ്റെ ഇടയിൽ വെച്ചു. പലകയും ഒക്കെ കൂടി അവിടെ വെച്ചു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഭൂതത്താന്മാർ, അയ്യോ നമ്മൾ കുടുക്കെടുത്തില്ലല്ലോ, ഞാൻ കുടുക്കെടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കുടുക്കെടുക്കാൻ നോക്കിയപ്പോൾ കുടുക്ക കാണാനില്ല. അവരവിടെയൊക്കെ നോക്കിയിട്ട് ആരെ കാണാനും ഇല്ല, കുടുക്കുകയുമില്ല. അവർ തിരിച്ചുപോയി. ഇയാൾ അതെല്ലാം കൂടി പലകപ്പുറത്ത് വെച്ച് ആ പലകേമ്മലിരുന്ന് അയാൾ വീണ്ടും പറഞ്ഞു, പറ പലകേ 12 കാതംബറ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ പോയി അയാളുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഇറങ്ങി അയാൾ ഒക്കെ അവിടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഏട്ടനോട് പറഞ്ഞു, ഏട്ടന് ഭയങ്കര മോഹല്ലേ, എല്ലാവർക്കും സദ്യ കൊടുക്കണം ചെറുന്ന്. ഏട്ടൻ എല്ലാവരും വിളിച്ചോളൂ, ഏട്ടൻ എത്ര പേരെ വേണമെങ്കിൽ വിളിച്ചോളൂ, നല്ല സദ്യ കൊടുക്കാം, ഞാൻ എല്ലാവർക്കും വേണ്ട ഭക്ഷണം കൊടുക്കാം. അച്ഛോ എനിക്ക് ഇവിടുന്ന് വല്ല നിധിയൊക്കെ കിട്ടിയോ? അതൊന്നും ഏട്ടൻ അറിയണ്ട, ഏട്ടൻ വിളിച്ചോളൂ, എല്ലാവരും വിളിച്ചോളൂ, ചോറൂണിനും എല്ലാവരെയും വിളിച്ചോളൂ, ഞാൻ കൊടുത്തോളാം. ഏട്ടൻ എല്ലാവരെയും വിളിച്ചു. സദ്യ കഴിക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചെല്ലാവരും വരുന്നുണ്ട്. ഏട്ടനും അതെ, അവിടെ തീ കത്തണില്ല, പാത്രങ്ങൾ അടുപ്പ് കത്തണ പോലും ഇല്ല. പിന്നെ ഇങ്ങനെ അനിയനെ എന്നെ എന്താ ചെയ്യണേ, പറ്റിച്ചോ? എല്ലാവരെയും വിളിച്ച് എല്ലാവരും വരുന്നുണ്ട്. ചോറൂണൊക്കെ കഴിഞ്ഞു എല്ലാവരും ഉണ്ണാറായോ, ഭക്ഷണം കഴിക്കാറായോ എല്ലാവർക്കും മുമ്പ്. അപ്പം വേഗം അനിയൻ ചെന്നാൽ കുടുക്കേട് പറഞ്ഞു, കുടുക്കേ എല്ലാവർക്കും ഭക്ഷണം വിളമ്പ് എന്ന് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞതല്ല, വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഇല തൊട്ട് വിളമ്പി തുടങ്ങി ഭക്ഷണം. പായസം, ചോറ് കൂട്ടാൻ, പായസമല്ല, നല്ല സ്വാദം, എല്ലാവരും നല്ല സ്വാദോടുകൂടി ഇതുപോലത്തെ ഇത്ര സ്വാദോടുകൂടി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും അനുഗ്രഹിച്ചു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഇത് നാട്ടിലങ്ങോട്ട് പരസ്യമായി രാജാവിൻ്റെ ചെവിയിലെത്തി. രാജാവിനോടൊക്കെ ചിലർക്കൊക്കെ അപ്പം അസൂയ വന്നു, ഇവർക്കൊന്നുമില്ലാത്തവർ ഇത്ര തന്നില്ലേ, ഇതിലെന്തെങ്കിലും വല്ല നിധിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. രാജാവിനോട് എന്ന് പറഞ്ഞു, രാജാവേ അവർക്ക് വല്ല നിധിയും കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ ഇത്ര വളരെ ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഇത്ര നല്ല വിശേഷമായിട്ടുള്ള, അതോ അടുപ്പ് കൂട്ടിയിട്ടില്ല, പാത്രങ്ങളില്ലാണ്ടും എല്ലാം ഉണ്ടാക്കി തന്നു. അപ്പം രാജാവിന് അതിശയായി. അങ്ങനെയോ? രാജാവ് വേഗം ഭടന്മാരെ വിളിച്ചിട്ട് വന്നു. അവിടെ എന്താ നോക്കിയിട്ട് വരും, എല്ലാവരെയും പോയി എന്താ അവിടെ ആരാ അവർ ചെയ്യണേന്നൊക്കെ നോക്കി വരൂ, അവരെയൊക്കെ പിടിച്ചുകൊണ്ട് വരുമെന്ന്. അവർ ഭടന്മാരൊക്കെ അല്ല ഇവിടെ വന്ന് അവരായിട്ട് ലഹള കൂട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഇയാൾ വേഗം കയറിനോട് പറഞ്ഞു, എന്താ കെട്ട് കയറേ, 1000 പേരുടെ കൈ കെട്ടുന്നു. എല്ലാം അവിടെ കുറേ പേരുടെ 1000 പേരിൽ കൂടുതലുള്ളവരൊക്കെ കൈ കെട്ടി.
അത് കഴിഞ്ഞ് വാളിനോട് പറഞ്ഞു, വെട്ട് വെട്ട് വാളേ, എല്ലാവരെയും വെട്ടാതുന്നു. എല്ലാവരെയും വെട്ടിത്തുടങ്ങി. അപ്പോഴേക്കും അതിൽ കുറേ പേരൊക്കെ ഓടിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, അയ്യോ രാജാവേ, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവർ എല്ലാവരെയും വെട്ടണു, കയറ് കെട്ടണു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. രാജാവ് വേഗം ഓടി വന്നോ, ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞ് രാജാവ് നേരിട്ട് വന്നപ്പോൾ അയാളുടെ ആൾക്കാരൊക്കെ വെട്ടി ചത്ത് കിടക്കുന്നുണ്ട്, കുറേ പേര് കയറ് കെട്ടിക്കിടക്കുന്നുണ്ട്. രാജാവ് ചോദിച്ചു, ഇതെന്താ അത്, എന്താ ഇവിടെ, നിനക്ക് വല്ല നിധിയും കിട്ടുമോ, എന്താ അത്, എന്നെ അറിയിക്കാതെ എന്നൊക്കെ. എനിക്ക് നിധിയൊന്നും കിട്ടിയിട്ടില്ല, പിന്നെന്താ നീ, അതൊക്കെ ഞാൻ പറയാം, പക്ഷേ ഞങ്ങൾക്ക് ഏട്ടൻ്റെ കുട്ടിക്ക് ചോറൂണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നിനും വകയില്ല, പക്ഷേ ഏട്ടന് ഭയങ്കര മോഹമുണ്ട്, അപ്പം അതിന് ഞാൻ സദ്യ ഒരുക്കി കൊടുത്തതാണ്. അതെങ്ങനെ നിനക്ക് സദ്യ ഒരുക്കാൻ പറ്റണത്, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, പക്ഷേ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും, ഞങ്ങളെ ഉപദ്രവിക്കരുത് രാജാവ്, ഞങ്ങളെ ഈ ദ്രോഹിച്ച് നമ്മളെ വെട്ടുകയൊന്നും ചെയ്യരുത്, ഞങ്ങൾക്ക് വലിയ വീട്, പണം, നിധിയൊക്കെ തന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ ശരി പറയാം, എല്ലാം ഞാൻ നിനക്കെല്ലാം തരാം, എന്താ കാര്യം പറയൂ. അപ്പം പറഞ്ഞു, ആദ്യം രാജാവ് പറഞ്ഞു ഇവരെയൊക്കെ ഒന്ന് ജീവിപ്പിക്കൂ ആദ്യം. അപ്പം വേഗം ചെന്ന് അനിയൻ എന്താണ് കുഴലിനോട് പറഞ്ഞു, ഊതൂത് കുഴലേ 1000 ജീവൻ ഊത് എന്ന്. അപ്പോഴേക്കും അവിടെ മരിച്ചു കിടക്കുന്നവരൊക്കെ അങ്ങോട്ട് ഊതിക്കൊണ്ട് ജീവനും വെച്ചങ്ങോട്ട് വന്നു. ജീവൻ വെച്ച് വന്നു. അവരെല്ലാവരും ഉറക്കത്തിൽ നിന്ന് അയ്യോ തലയൊക്കെ ഉണ്ടല്ലേ, എല്ലാം ഉണ്ടല്ലേ, പിന്നെ ഞങ്ങൾ മരിച്ചിട്ടില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന പോലെ രാജാവിൻ്റെ അടുത്തേക്ക് വന്നു. രാജാവിന് സന്തോഷമായി. രാജാവ് അവർക്ക് എല്ലാ സാധനങ്ങളും കൊടുത്തു. ഇത് സത്യം പറയാൻ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പലക കൊണ്ടുവരണം കണ്ടു, അയാളോട് പലക മേടിച്ചു, അത് കഴിഞ്ഞ് കയറ് കണ്ടു, അതൊക്കെ രാജാവിന് തരാനായിട്ട് അവരിങ്ങനെ കൊണ്ടുവന്നതാണ്, വാള് കുഴലൊക്കെ. പക്ഷെ കുടുക്ക ആരും തന്നതല്ല, അത് ഞാൻ രാക്ഷസന്മാരുടെ അടുത്ത് നിന്ന് എടുത്തതാണ്. അങ്ങനെയാണ് ഞാൻ ഇവർക്കൊക്കെ സദ്യയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അപ്പോൾ രാജാവിന് സന്തോഷമായി. രാജാവിന് ഇതെല്ലാം കൊടുത്തു. അവർ ഓരോരുത്തർ തന്നതാണ്, ആശാരിമാർ തന്നതൊക്കെയാണ്. ആ പലകയും എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഞങ്ങളെ ഞങ്ങളെ ശിക്ഷിക്കരുത്. ശിക്ഷിക്കുകയൊന്നുമില്ല, നിങ്ങൾ നല്ല കാര്യത്തിനല്ലേ, സാരമില്ല, എനിക്കിതെല്ലാം തരുകയും ചെയ്തു, സാരമില്ല, നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളൂ, നിങ്ങൾക്കുള്ള കൊട്ടാരം പോലത്തെ വീടും പിന്നെ അവിടെ പരിചാരകരും പിന്നെ പണവും എല്ലാം ഞാൻ തരാം, ഇനി ഇതൊക്കെ സുഖമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഏട്ടനും അനിയനും സുഖമായിട്ട് ജീവിച്ചോളൂ എന്നും പറഞ്ഞ് എല്ലാം കൊടുത്തു. അങ്ങനെ അവർ സുഖമായിട്ട് ജീവിച്ച് രാജാവ് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് പോയി. ഇതാണ് പറ പലകേ 12 കാതം പറ എന്നുള്ള കഥ. കഥ ഇഷ്ടമായോ? ഈ മുത്തശ്ശി വീണ്ടും വേറെ കഥയായിട്ട് വരാം കേട്ടോ.